പൊതുജനാരോഗ്യത്തിന് പുല്ലുവില കൽപ്പിച്ച് കോഴിക്കോട് നഗരത്തിലെ മിക്ക വഴിയോര പാനീയ കച്ചവടക്കാരും പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ്. ഭക്ഷണപാനീയങ്ങൾ വിൽക്കുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണെന്നിരിക്കെയാണ് നിയമലംഘനം. പാനീയ കച്ചവടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വൻ കച്ചവട മാഫിയാണ് എന്നുകൂടിയാണ് അറിയുന്നത്. 500 രൂപ കൂലി നൽകി ഇത്തരക്കാർ കൊയ്യുന്നത് 5000-ന് മുകളിൽ ദിവസ വരുമാനമാണ്. दूसरा है यूपी डिस्ट्रिक्ट यूपी वो मुंडीगल में है यूपी हाँ यूपी हाँ उत्तर प्रदेश ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വ്യക്തിശുചിത്വം എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഹെൽത്ത് കാർഡ് പ്രകാരം അവർക്ക് കോമൺ ആയിട്ട് ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും പകരുന്ന രോഗങ്ങളൊന്നും നിലവിലില്ല എന്നുള്ളതും പിന്നെ ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ടെന്നുള്ളതും ഉറപ്പുവരുത്തിയിട്ടാണ് അവരുടെ വ്യക്തിശുചിത്വം കൂടെ വിലയിരുത്തിയതിന് ശേഷം അവർക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത്. കോർപ്പറേഷൻ്റെ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് ലൈസൻസ് കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് അനുവദിക്കാറില്ല. വെള്ളം പരിശോധിച്ച ടെസ്റ്റ് റിസൾട്ടും ഒന്ന് വാട്ടർ അതോറിറ്റിയുടെ ലാബിൽ നിന്നോ അല്ലെങ്കിൽ CWRDMൻ്റെ ലാബിൽ നിന്നോ വെള്ളം പരിശോധിച്ച് വെള്ളം നല്ലതാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്കും കച്ചവടം ചെയ്യാനുള്ള അനുമതിയില്ല. അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനഘയിലേക്ക് പോകുമ്പോഴേക്കും രോഹിണി, ഞാൻ ഓർക്കുകയായിരുന്നു, മുമ്പ് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഈ വഴിയിലൂടെ സൈക്കിളിൽ ഐസ് കൊണ്ടുപോകുമ്പോൾ അത് വാങ്ങിക്കഴിക്കാറുണ്ടായിരുന്നു. നമുക്ക് ഒരു സംശയവും ഇല്ലാതെ നമ്മുടെ അച്ഛനമ്മമാർ അത് വാങ്ങിത്തരികയും ചെയ്യുമായിരുന്നു. ദൂരയാത്രകൾ പോകുമ്പോൾ വഴിയോര കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഇറങ്ങി അവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ പതിവായിരുന്നു. ആർക്കും ഒരു അസുഖവും ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് ചെയ്യില്ല. നമുക്ക് പേടിയാണ്. കാരണം ഇതൊക്കെയാണ് അവസ്ഥ. അനഘ ഹർഷൻ ചെയ്തതിൻ്റെ വിവരങ്ങളുമായി. അനഘ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധനകൾ അവിടെ നടന്നിരുന്നുവെങ്കിൽ, അത് കൃത്യമായി തന്നെ നടക്കേണ്ട സമയങ്ങളിൽ നടന്നിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ലായിരുന്നു. അതിലുമപ്പുറം ഇതിൻ്റെ പേരിൽ വൻ മാഫിയ ഉണ്ട് എന്നറിയുമ്പോഴാണ് ആശങ്ക കൂടുന്നത്. തീർച്ചയായും ഈ കോവിഡാനന്തരം കോഴിക്കോട് നഗരത്തിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ കൂണുപോലെ കുമിഞ്ഞുകൂടിയിട്ടുള്ള ഈ വഴിയോര പാനീയ കച്ചവടം എന്നത്. ഇത്തരത്തിൽ കരിമ്പ് ജ്യൂസ് ഉണ്ട്, മുസമ്പി ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നിരവധി ആളുകളാണ് വഴിയോരത്ത് ഇത്തരത്തിലുള്ള പാനീയങ്ങളൊക്കെ തന്നെ വിൽക്കുന്നത്. ഈ പാനീയങ്ങളൊക്കെ വിൽക്കുന്നവരിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാനീയ കച്ചവടമൊക്കെ നടത്തുന്നവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നതാണ്. ഈ ഈ കോഴിക്കോട് നഗരത്തിൽ മാത്രം കരിമ്പ് വിൽപ്പന നടത്തുന്നവരുമായി നമ്മൾ സംസാരിച്ച സമയത്ത് ഇവരൊക്കെ തന്നെ ഉത്തർപ്രദേശുകാരാണ്. മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും ഒരാളാണ് ഈ കച്ചവടത്തിനൊക്കെ പിന്നിൽ ഉള്ളത് എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിരാവിലെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു വണ്ടിയിലെത്തി നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പാനീയം വിൽക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ എത്തി അവിടെയാണ് ഇവർ കച്ചവടം നടത്തുന്നത്. അതിരാവിലെ തന്നെ ഇവർ കച്ചവടം ആരംഭിക്കും. ഒരു 7 മണിക്കൊക്കെ തന്നെ ഇവർ കച്ചവടം ആരംഭിക്കും. അതിനുശേഷം ഏറെ വൈകിയാണ് ഈ കട അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിൽ നിൽക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വെറും 500 രൂപ മാത്രമാണ് ദിവസ വരുമാനമായിട്ട് ലഭിക്കുന്നത്. പക്ഷെ നമ്മൾ ചോദിച്ച സമയത്ത് പലരും ക്യാമറയ്ക്ക് മുന്നിലല്ല ഓഫ് ദ ക്യാമറയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് 5000-നും 2000-നും മുകളിലും ഒക്കെ തന്നെ ദിവസ വരുമാനം തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ്. പക്ഷെ ഇവർക്ക് ലഭിക്കുന്ന കൂലി എന്ന് പറയുന്നത് വെറും 500 രൂപ മാത്രമാണ് എന്നതാണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൈകൊണ്ടുണ്ടാക്കുന്ന അത്തരത്തിലുള്ള എന്ത് പാനീയമാണെങ്കിൽ പോലും അതിനൊരു ലൈസൻസ് വേണം. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ഹെൽത്ത് കാർഡ് ഇത്തരത്തിൽ വിൽക്കുന്നവർക്കൊക്കെ തന്നെ നിർബന്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹെൽത്ത് കാർഡിൽ കൃത്യമായി തന്നെ ഈ ഭക്ഷണപാനീയങ്ങൾ വിൽക്കുന്നവർക്ക് പരിശോധന നടത്തുന്നുണ്ട്, അവരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്, ഈ വെള്ളം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള പരിശോധനകളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ പാനീയങ്ങൾ വിൽക്കാനുള്ള അനുമതി ഉള്ളൂ എന്നിരിക്കെയാണ് കോഴിക്കോട് ഏകദേശം ഒരു 10-ലധികം ആളുകൾ ഇത്തരത്തിൽ വഴിയോര പാനീയ കച്ചവടം നടത്തുന്നുണ്ട് എന്നതാണ്. ഇവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിൽ ഹെൽത്ത് കാർഡോ ലൈസൻസോ ഒന്നും തന്നെ ഇല്ല എന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോലും കോഴിക്കോട് മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വഴിയോര കച്ചവടക്കാർ നടത്തുന്ന ഇത്തരത്തിൽ വിൽക്കുന്ന പാനീയത്തിനായി ഉപയോഗിക്കുന്ന ഐസ് വെള്ളം ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്ന ചോദ്യത്തിന് ആർക്കും തന്നെ ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. പലരും ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ എടുക്കുന്നുണ്ട് എന്നതല്ലാതെ കൃത്യമായ ഒരു ഉത്തരം തങ്ങൾ ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്, ഇത്ര കൃത്യമായിട്ടുള്ള വെള്ളമാണ്, ശുചിത്വമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാനൊന്നും തന്നെ അവർക്ക് സാധിക്കുന്നില്ല എന്ന്
എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഇതിലൊരു ഇടപെടൽ നഗരസഭ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഹെൽത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പലപ്പോഴും ഈ കടകളിലും മറ്റ് തട്ടുകടകളിലൊക്കെ തന്നെ ഇവർ പരിശോധന നടത്തും. പക്ഷെ ഇത്തരത്തിൽ വഴിയോരത്ത് പാനീയം വിൽക്കുന്നവരെ പലപ്പോഴും മറന്ന് അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യുന്ന ഒരു നടപടിയിലേക്കാണ് ഹെൽത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വഴിയോരത്ത് ഇവർ ഇത്ര സുലഭമായി തന്നെ കച്ചവടം നടത്തുന്നത്. ഇവരെ മറ്റ് കച്ചവടക്കാരെ അപേക്ഷിച്ച് ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു ചിലവ് ഉണ്ടാകുന്നില്ല. കാരണം ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭക്ഷണം വിൽക്കാൻ സാധിക്കും. ഈ വെള്ളം മറ്റ് പരിശോധനകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇവർ ഈ ദിവസവും ഇത്തരത്തിൽ പനിയ കച്ചവടം നടത്തുന്നവർ ഈ കൂലിയായി നൽകുന്നത് വെറും 500 രൂപ മാത്രം. പക്ഷേ ദിവസവും ഉണ്ടാക്കുന്ന വരുമാനം അതിലേറെയാണ്. പക്ഷെ ഈ രീതിയിലേക്ക് കൂടി ഒരു അന്വേഷണം ഈ വിഷയത്തിൽ പോകേണ്ടതുണ്ട്. കാരണം ഇത്ര വരുമാനത്തിൽ കൂടുതലുള്ളവർ കൃത്യമായി തന്നെ ടാക്സ് അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷെ ഇത്തരത്തിൽ നടക്കുന്നവരൊന്നും തന്നെ അത്തരത്തിൽ ടാക്സ് അടയ്ക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കാരണം ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണമൊന്നും ഇവരിലേക്ക് പോകുന്നില്ല. കാരണം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വഴിയോര പാനീയ കച്ചവടം എന്ന് നിസ്സാരമായി തോന്നുമെങ്കിലും അതിന് പിന്നിൽ വലിയൊരു കച്ചവട മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. അവർ കൊയ്യുന്നത് വൻ ലാഭം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് നേരെ ഒരു പരിശോധനയൊന്നും ഈ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് ഇത്ര കാലമായിട്ടും കോവിഡിന് ശേഷം ഇത്ര കൊല്ലം പിന്നിട്ടിട്ട് പോലും ആ രീതിയിൽ ഒരു പരിശോധന ഈ കോഴിക്കോട് നഗരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ്. എന്തായാലും നമ്മൾ ഈ വിവരം ഹെൽത്ത് ഓഫീസറുമായി തന്നെ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഓഫീസറാണ് കൃത്യമായി തന്നെ ഇത്തരത്തിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്, ലൈസൻസ് നിർബന്ധമാണ്, കൃത്യമായി പരിശോധന വേണം എന്നടക്കമുള്ള കൃത്യമായ കാര്യങ്ങൾ ഹെൽത്ത് ഓഫീസർ പറയുന്നുണ്ട്. പക്ഷെ ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ തന്നെയാണ് കോഴിക്കോട് ഇത്തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. എന്തായാലും ഈ കച്ചവട മാഫിയയ്ക്ക് പിന്നിൽ ഒരു വലിയ വൻ സംഘമുണ്ട്. അവരിലേക്ക് കൂടിയൊക്കെ തന്നെ ഈ അന്വേഷണം നടക്കണം, അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ പുറത്ത് കൊണ്ടുവരണം. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രമേ ഇത്തരത്തിൽ വഴിയോര കച്ചവടങ്ങൾ അനുവദിക്കൂ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഈ കോർപ്പറേഷൻ അടക്കമുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുകൂടിയുണ്ട്. ശരി അനഘ, ഏതായാലും ഈ വിഷയവും പൊതുജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുകയാണ്. ഒപ്പം അധികാരികളുടെ മുന്നിലേക്കും അവരുടെ കണ്ണാണല്ലോ തുറക്കേണ്ടത്. അത് മാത്രമല്ല വീണ, ഇപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നമുക്കറിയാം ഈ ഹെൽത്ത് കാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വീണ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപിൽ യാതൊരു പരിശോധനയുമില്ലാതെ ഒരു ആരോഗ്യ പ്രവർത്തകൻ മുന്നിലിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ഒപ്പിട്ട് നൽകുന്ന ഒരു കാഴ്ച, അത് നിരവധി വാർത്താ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്.